വർഷം 1984 ഡിസംബർ 3-ാം തീയതി. മധ്യപ്രദേശിലെ ഭോപ്പാൽ നഗരം. സമയം പുലർച്ചെ ഏതാണ്ട് 1 മണി. നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കീടനാശിനി നിർമ്മാണ കമ്പനി യൂണിയൻ കാർബൈഡ്. കമ്പനിയിൽ നിന്നുള്ള അപകട സൈറൺ മുഴങ്ങുന്നത് കേട്ടാണ് നഗരവാസികൾ ഞെട്ടിയുണർന്നത്. ഞെട്ടിയുണർന്ന ജനങ്ങൾ തങ്ങൾക്ക് കയ്യിൽ കിട്ടിയതുമെടുത്ത് നഗരം വിട്ടോടി. കാരണം ജനങ്ങൾക്ക് കാര്യമറിയാമായിരുന്നു. നഗരത്തിലെ കീടനാശിനി നിർമ്മാണ കമ്പനിയിൽ എന്തോ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു. അത്തരമൊരവസ്ഥയിലാണ് ആ സൈറൺ മുഴങ്ങുന്നത്. യൂണിയൻ കാർബൈഡ് എന്ന അന്താരാഷ്ട്ര വ്യവസായ സ്ഥാപനത്തിലെ സുരക്ഷാ പ്രശ്നം കാരണം ഫാക്ടറിയിൽ സ്ഫോടനം സംഭവിച്ചിരിക്കുന്നു. കീടനാശിനി നിർമ്മാണമാണ് മുഖ്യമായും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കീടനാശിനി കമ്പനിയിൽ നിന്നുള്ള വിഷവാതകം നഗരമാകെ പടർന്നു തുടങ്ങി. ജീവനും കൊണ്ടോടിയ മനുഷ്യരുടെ ശ്വാസകോശത്തിലും കണ്ണിലും വിഷവാതകം പടർന്നു. അതികഠിനമായ നീറ്റലുകൾ കണ്ണിലും ശ്വാസകോശത്തിലും ശരീരത്തിലും പടർന്നു. പലരും നിരന്തരമായി ഛർദ്ദിച്ച് കുഴഞ്ഞു വീണ് മരിച്ചു. നേരം വെളുക്കുമ്പോഴേക്കും ഭോപ്പാൽ നഗരത്തിലെ റോഡുകളും തെരുവുകളും ശവപ്പറമ്പായി മാറി. ആ രാത്രി തന്നെ ഏതാണ്ട് 2000 മനുഷ്യർ മരണപ്പെട്ടു എന്നാണ് കണക്ക്. വിഷവാതകം ശ്വസിച്ച നിരവധി മനുഷ്യർ തെരുവിൽ ബോധമില്ലാതെ കിടന്നു. നഗരത്തിലെ പ്രധാന ഹോസ്പിറ്റലായ ഹമീദിയ ഹോസ്പിറ്റലിൽ ശവങ്ങളും രോഗികളും കൊണ്ട് നിറഞ്ഞു. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ചേരികളിൽ വസിച്ചിരുന്ന ചെരുപ്പുകുത്തികളും കന്നുകാലി വളർത്തി ജീവിക്കുന്ന മനുഷ്യരും അവരുടെ മൃഗങ്ങളും ഒരൊറ്റ രാത്രി കൊണ്ടില്ലാതായി. മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിരുന്ന മനുഷ്യരും ഭിക്ഷക്കാരും തണുപ്പുള്ള ആ രാത്രിയിൽ മരണപ്പെട്ടു. എന്നാൽ പകൽ സൂര്യനുദിക്കുമ്പോഴേക്കും റോഡുകളും നഗരങ്ങളും വിജനമായി. ഓടിപ്പോയ ജനങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും നഗരം ക്ലിയർ ചെയ്യപ്പെട്ടിരുന്നു. മരിച്ചു കിടന്ന മനുഷ്യരെയും മൃഗങ്ങളെയും പട്ടാളം അവരുടെ ട്രക്കുകളിൽ കയറ്റിക്കൊണ്ടുപോവുകയും അജ്ഞാതമായ ഏതോ സ്ഥലത്ത് ഉപേക്ഷിക്കുകയോ മറവ് ചെയ്യുകയും ചെയ്തു. അടുത്ത ദിവസം ജനങ്ങൾ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു. ട്രെയിനിലും വാഹനങ്ങളിലും കയറി നഗരം വിട്ട ജനങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും നഗരം പഴയ അവസ്ഥയിലായി. 2-3 ദിവസത്തെ ഗതാഗത നിയന്ത്രണത്തിനു ശേഷം ഭോപ്പാൽ നഗരത്തിലെ വാഹന ഗതാഗത സംവിധാനവും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തി. ഇന്ത്യ മഹാരാജ്യത്തെ നടുക്കിയ പ്രസ്തുത ദുരന്തം, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഡിസാസ്റ്റർ ഭോപ്പാൽ ദുരന്തം സംഭവിച്ചത് 1984 ഡിസംബർ 3 ആ രാത്രിയിലായിരുന്നു. ദുരന്തത്തിൻ്റെ പ്രത്യാഘാതത്തിൽ 25,000-ത്തിലധികം മനുഷ്യർ മരണപ്പെട്ടു എന്നാണ് കണക്ക്. എന്നാൽ ദുരന്ത സമയത്ത് ഭോപ്പാൽ ജീവിച്ചിരുന്ന മനുഷ്യർ പറഞ്ഞത് പ്രകാരം മരണസംഖ്യ അതിലും എത്രയോ അധികമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 1976-ലും 1982-ലും നിരവധി തവണ ചെറിയ തോതിൽ വിഷവാതക ചോർച്ച ഫാക്ടറിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഭോപ്പാൽ നഗരത്തെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ പര്യാപ്തമായ അപകടകരമായ രാസവസ്തുക്കൾ വ്യവസായശാലയിൽ സൂക്ഷിച്ചിരുന്നു. മധ്യപ്രദേശിലെ സിറ്റി ഓഫ് ലേക്സ്, തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന നഗരമാണ് ഭോപ്പാൽ. ഇന്ത്യയിലെ കാർഷിക മേഖലയിലേക്ക് കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു യൂണിയൻ കാർബൈഡ് കമ്പനി ഭോപ്പാലിൽ പ്രവർത്തനം ആരംഭിച്ചത്. ദുരന്തത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വ്യവസായശാലയിലെ ഭൂഗർഭ ടാങ്കുകളിൽ കീടനാശിനി നിർമ്മാണത്തിനാവശ്യമായ ദ്രവീകൃത മീഥൈൽ ഐസോസൈനേറ്റ്, അതായത് ലിക്വിഡ് MIC നിറയ്ക്കുന്ന പ്രവർത്തനം നടക്കുകയായിരുന്നു. 68,000 ലിറ്റർ സംഭരണശേഷിയുള്ള 3 ഭൂഗർഭ ടാങ്കുകളാണ് ഫാക്ടറിയിലുണ്ടായിരുന്നത്. യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ സുരക്ഷാ മാനദണ്ഡം പ്രകാരം ടാങ്കിൻ്റെ 50% കൂടുതൽ ലിക്വിഡ് മീഥൈൽ ഐസോസൈനേറ്റ് നിറക്കാൻ പാടുള്ളതല്ല. അതായത് E610, E611, E619 എന്നീ പേരുകളിലുള്ള ഓരോ ഭൂഗർഭ ടാങ്കിനും പരമാവധി ഉൾക്കൊള്ളാനാവുന്നത് 30 ടൺ ദ്രവീകൃത മീഥൈൽ ഐസോസൈനേറ്റ് മാത്രമാണ്. അതിനുശേഷം ഓരോ ടാങ്കിലും നിഷ്ക്രിയ നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യും. ഈ മർദ്ദം സൃഷ്ടിക്കുന്ന ഊർജ്ജമാണ് ലിക്വിഡ് മീഥൈൽ ഐസോസൈനേറ്റിനെ പുറത്തേക്ക് പമ്പ് ചെയ്യപ്പെടുവാനും ഈർപ്പത്തിൽ നിന്നും മാറ്റി നിർത്തുവാനും സഹായിക്കുന്നത്. അതിനിടെ ഒക്ടോബർ മാസത്തോടെ ഭൂഗർഭ ടാങ്കുകളിലൊന്നായ E610-ന് നൈട്രജൻ വാതകത്തിൻ്റെ മർദ്ദത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവ് പൂർണ്ണമായും നഷ്ടമായി. അതായത് ടാങ്കിലുള്ള ദ്രവരൂപത്തിലുള്ള മീഥൈൽ ഐസോസൈനേറ്റ് പുറത്തേക്ക് പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ സംഭവിച്ചു.
ഇത്തരത്തിൽ ടാങ്കിൻ്റെ പ്രവർത്തനം നിലക്കുമ്പോൾ 42 ടൺ ലിക്വിഡ് മീഥൈൽ ഐസോസൈനേറ്റ് E610 ടാങ്കിൽ ഉണ്ടായിരുന്നു. വീണ്ടും 1982 നവംബറിൽ ടാങ്കിൽ നൈട്രജൻ മർദ്ദം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. അതേസമയം തന്നെ മറ്റു 2 ടാങ്കുകളിൽ നിന്നുള്ള കീടനാശിനിയുടെ ഉൽപ്പാദനം പുനരാരംഭിക്കുകയും ചെയ്തു. 1984 ഡിസംബറോടെ പ്ലാന്റിൻ്റെ MIC അനുബന്ധ വിഭാഗങ്ങൾ ഭൂരിഭാഗവും തകരാറിലായി. വാതക കുഴലുകളിലും പൈപ്പുകളിലും വിള്ളലുകളും കേടുപാടുകളും സംഭവിച്ചു. പൈപ്പുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ബോയിലറുകളും പ്രവർത്തനരഹിതമായി. 1982 ഡിസംബർ 2 വൈകുന്നേരം E610 ടാങ്കിലെ തടസ്സം നീക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു സൈഡ് പൈപ്പ് ലൈൻ വഴി വെള്ളം E610 ടാങ്കിലെ ദ്രവരൂപത്തിലുള്ള മീഥൈൽ ഐസോസൈനിലേക്ക് പ്രവേശിച്ചു. ജലം ടാങ്കിൽ പ്രവേശിച്ചതോടെ ടാങ്കിൽ റൺവേ എക്സോതെർമിക് റിയാക്ഷൻ എന്ന പ്രതിപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഡിസംബർ 3 പുലർച്ചെ 12:40 ടാങ്കിലെ താപനില അതിഭീകരമായി ഉയരുകയും ടാങ്കിൻ്റെ സ്ലാബുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അതോടെ ദ്രവീകൃത രൂപത്തിലുള്ള മീഥൈൽ ഐസോസൈനേറ്റ് അന്തരീക്ഷത്തിലേക്ക് പടർന്നു. അടുത്ത 45 മിനിറ്റിനുള്ളിൽ 30 ടൺ ലിക്വിഡ് മീഥൈൽ ഐസോസൈനേറ്റും പിന്നീടുള്ള 2 മണിക്കൂറിനുള്ളിൽ 40 ടൺ മീഥൈൽ ഐസോസൈനേറ്റും ഭോപ്പാൽ നഗരത്തിലെ അന്തരീക്ഷത്തിൽ പടർന്നു. കാറ്റ് മൂലം നഗരത്തിൻ്റെ തെക്കുകിഴക്കൻ ഭാഗത്തേക്കാണ് വിഷവാതകം പ്രധാനമായും സഞ്ചരിച്ചത്. 1982 ഡിസംബർ 3 പുലർച്ചെ 12:80 2 അപകട സൈറണുകൾ മുഴങ്ങി. ഒന്നാമത്തേത് പ്ലാന്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അപകട സൈറണായിരുന്നു. രണ്ടാമത്തേത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള അപകട സൈറണും. അപ്പോഴാണ് നഗരത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ അറിയുന്നതും നഗരം വിട്ടോടുന്നതും. അന്തരീക്ഷ വായുവിനേക്കാളും 2 മടങ്ങ് സാന്ദ്രതയുള്ള വിഷവാതകമായിരുന്നു ലിക്വിഡ് മീഥൈൽ ഐസോസൈനേറ്റ്. ആയതിനാൽ ഭൂമിയോട് ചേർന്ന് വളരെ പതുക്കെയാണ് വിഷവാതകം സഞ്ചരിച്ചത്. അതിനാൽ ഇത് കുട്ടികളെയും ഉറങ്ങിക്കിടന്ന മനുഷ്യരെയും കൂടെ ബാധിക്കുകയും ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അമേരിക്കക്കാരനായ വാറൻ ആൻഡേഴ്സൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായിരുന്നു യൂണിയൻ കാർബൈഡ്. സെവിൻ എന്ന ബ്രാൻഡ് നാമത്തിലുള്ള കാർബാറിൽ എന്ന കീടനാശിനിയുടെ ഉൽപ്പാദനമായിരുന്നു പ്രധാനമായും അവിടെ നടന്നിരുന്നത്. ദുരന്തത്തിൽ 10,000 മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്കെങ്കിലും 25,000-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത്. അതുമാത്രമല്ല 5 ലക്ഷത്തിലേറെ മനുഷ്യർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും സംഭവിക്കുകയും ചെയ്തു. ദുരന്തം സംഭവിച്ചിട്ട് 40 വർഷത്തിനിപ്പുറവും 377 മെട്രിക് ടൺ മാലിന്യം അവിടെ അവശേഷിക്കുന്നു. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ വേൾഡ്സ് വേഴ്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ. അന്ന് ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയ ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ഗുലാം ദസ്തഗീർ സ്റ്റേഷനിലേക്കുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചതുകൊണ്ടും സ്റ്റേഷനിൽ എത്തിയ ട്രെയിനിൽ ജനങ്ങളെ അടിയന്തിരമായി നഗരപരിധിക്ക് പുറത്തേക്കുള്ള പ്രദേശത്തേക്ക് ട്രെയിനിൽ കയറ്റിവിട്ടതുകൊണ്ടുമാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ സ്റ്റേഷനിലെത്തിയ ട്രെയിനുകളിലെ ആയിരക്കണക്കിന് മനുഷ്യർ കൂടി വിഷവാതകം ശ്വസിച്ച് മരിച്ചു വീഴുമായിരുന്നു. ദുരന്തത്തിൻ്റെ സ്മാരകമെന്നോണം മൂക്കും പൊത്തിക്കൊണ്ട് ഒരു കുഞ്ഞിനെയും മാറോടണച്ച് ഓടി രക്ഷപ്പെടുന്ന ഒരു അമ്മയുടെ പ്രതിമയും അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് രാജ്യം നടുങ്ങിയ വിഷവാതക ദുരന്തത്തിൻ്റെ കഥ. മറ്റൊരു കഥയുമായി വീണ്ടും.